ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ChatGPT യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു കണ്ടൻറ് കലണ്ടർ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കണ്ടൻറ് കലണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്, കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജീസ് കൺസിസ്റ്റൻ്റ് ആൻഡ് ഓർഗനൈസ്ഡായി നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു കലണ്ടറിനെയാണ് കണ്ടൻറ് കലണ്ടർ അല്ലെങ്കിൽ എഡിറ്റോറിയൽ കലണ്ടർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഞാൻ പുതുതായിട്ടൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ എൻ്റെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ഒരു 2 മാസത്തേക്ക് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സോ കണ്ടൻറ് കലണ്ടർ പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ ഈ 2 മാസം നടക്കുന്ന എന്തൊക്കെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ആണെന്ന് ഞാൻ മുൻകൂട്ടി പ്രീ ഷെഡ്യൂൾ ചെയ്ത് വെക്കും. അതായത് ഏതൊക്കെ ടൈപ്പാണ് എൻ്റെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിന് പോകേണ്ടത്. ഇൻ കേസ് ഓൺലൈൻ ആണെങ്കിൽ ഏത് മീഡിയം, ഓഫ്ലൈൻ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ, TV അഡ്വർടൈസ്മെൻറ്റിലാണെങ്കിൽ എന്തൊക്കെ ടൈപ്പ് കണ്ടൻറ്റാണ് പോകേണ്ടത്. അത് മേ ബി വീഡിയോ ആണോ, പോസ്റ്റേഴ്സ് ആണോ, ഇൻഫോഗ്രാഫിക്സ് ആണോ എന്ന് വെച്ചിട്ട് എനിക്ക് ടോട്ടലി ഈ 2 മാസത്തെ ക്യാമ്പയിൻസ് ഈ ഒരു കണ്ടൻറ് കലണ്ടർ വഴി എനിക്ക് മുൻകൂട്ടി പ്രീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ChatGPT വെച്ചിട്ട് കണ്ടൻറ് കലണ്ടർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിഷ്യലി നിങ്ങൾ ChatGPT അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾ കാണുന്നത്. ഈ ഇൻ്റർഫേസിൽ നമ്മളൊരു കമാൻഡ് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പം ഞാൻ കൊടുത്ത കമാൻഡാണ് ക്രിയേറ്റ് എ കണ്ടൻറ് കലണ്ടർ ഫോർ മൈ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ, ആസ്ക് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് അണ്ടിൽ യു ഹാവ് ഓൾ ദ ഇൻഫർമേഷൻ ടു ക്രിയേറ്റ് എ പെർഫെക്റ്റ് കണ്ടൻറ് കലണ്ടർ. അപ്പം ഇങ്ങനെ കൊടുക്കുന്ന കമാൻഡിൻ്റെ പേരാണ് പ്രോംപ്റ്റ്. ഈ ഒരു പ്രോംപ്റ്റ് നമ്മൾ എത്രമാത്രം ആക്യുറേറ്റ് ആയിട്ട് കൊടുക്കുന്നോ അത്രമാത്രമാണ് നമുക്ക് റിസൾട്ട് ജനറേറ്റ് ചെയ്ത് കിട്ടുന്നത്. ഇപ്പം ഞാനാണെങ്കിൽ നോർമലി നല്ല ക്രിയേറ്റ് എ കണ്ടൻറ് കലണ്ടർ ഫോർ മൈ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എന്താണ് ജനറിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആയിരിക്കും അത് തരുന്നത്. നമ്മൾ എത്രമാത്രം സ്പെസിഫിക് ആയിട്ട് ഓരോ പ്രോംപ്റ്റ് കൊടുക്കുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഈ ChatGPT നമുക്ക് ജനറേറ്റ് ചെയ്ത് തരുന്ന റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ അപ്പം ഞാൻ കൊടുത്തൊരു പ്രോംപ്റ്റ് ഇതാണ്. ഞാൻ കൊടുത്ത പ്രോംപ്റ്റ് ഞാൻ ജസ്റ്റ് ഒരു എൻ്റർ ഹിറ്റ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ChatGPT നമ്മളെടുക്കുക കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. മനസ്സിലായോ? കാരണം ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ ഇവിടെ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ആസ്ക് എ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് അണ്ടിൽ യു ഹാവ് ഓൾ ദ ഇൻഫർമേഷൻ ടു ക്രിയേറ്റ് എ പെർഫെക്റ്റ് കണ്ടൻറ് കലണ്ടർ പ്ലാൻ. സോ അങ്ങനത്തെ ഒരു പ്രോംപ്റ്റ് കൊടുത്തത് കൊണ്ടാണ് നമ്മളെടുക്കുക ഈ ChatGPT കണ്ട ഈ ഒരു 11 ക്വസ്റ്റ്യൻസ് നമ്മളെടുക്കുക ചോദിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ChatGPT ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് നമ്മൾ ഓരോന്ന് വെച്ചിട്ട് ആൻസർ ചെയ്യണം. ഇപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ ക്യാമ്പയിൻ്റെ ഗോളെന്ന്. അതിപ്പം ഡിഫറൻറ്റ് ക്യാമ്പയിന് ഡിഫറൻറ്റ് ഗോൾസ് ആയിരിക്കും. ഇപ്പോൾ പുതുതായിട്ടൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നതാണെങ്കിൽ ചിലപ്പം ആ ഒരു പ്രൊഡക്റ്റ് ആൾക്കാരിലേക്ക് അറിയാൻ വേണ്ടിയിട്ട് ബ്രാൻഡ് അവെയർനെസ് ആയിരിക്കും. അതല്ല കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്, നമുക്ക് കൂടുതൽ സെയിൽസ് കിട്ടണമെങ്കിൽ നമ്മുടെ ക്യാമ്പയിൻ്റെ ഗോൾ എന്ന് വെച്ചാൽ സെയിൽസ് ആണ്. ഇപ്പം ഞാനൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഗോളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോഴ്സിന് വേണ്ടിയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ലീഡ്സ് ജനറേറ്റ് ചെയ്യാണ്. അപ്പം ഡിഫറൻറ്റ് ഗോൾസാണ് വരുന്നത്. ഓരോ മാർക്കറ്റിംഗ് ക്യാമ്പയിനും ഡിഫറൻറ്റ് ഗോൾസാണ്. ഇപ്പം ഞാൻ ഉദാഹരണമായിട്ട് ഇവിടെ എൻ്റെ ഒരു ക്യാമ്പയിൻ ഗോൾ സെയിൽസ് എന്ന് ഞാൻ കൊടുത്തു. രണ്ടാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ടാർഗറ്റഡ് ഓഡിയൻസ് ആണ്. ആരാണ് നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസ് എന്ന്. സപ്പോസ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു മെൻസ് വെയർ ആണ് നടത്തുന്നത്. അപ്പോൾ എൻ്റെ ഒരു ടാർഗറ്റഡ് ഓഡിയൻസ് എന്ന് വെച്ചാൽ മെൻസ് ഏജ് 17 to 29. ഓക്കെ, ഇതാണ് എൻ്റെ ഒരു എന്താണ് ടാർഗറ്റഡ് ഓഡിയൻസ് എന്ന് പറയുന്ന. ഞാൻ കൊടുക്കുന്ന ലൊക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയാണ്. മൂന്നാമതായിട്ട് ക്യാമ്പയിൻ്റെ ഡ്യൂറേഷനാണ്. എത്ര നാളാണ് നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ പ്ലാൻ ചെയ്യുന്നത്. ഞാനിപ്പം എക്സാമ്പിളായിട്ടൊരു 1 month കൊടുത്തു. ഓക്കെ, അപ്പം നാലാമത്തെ പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മെസ്സേജ് നമ്മുടെ ഓഡിയൻസിലേക്ക് ക്യാമ്പയിൻ വഴി എത്തിക്കാനുണ്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സ്പെഷ്യൽ ഓഫറോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ സ്പെഷ്യാലിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വൗച്ചർ കോഡോ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്യും. ഇപ്പം ഞാനാണെങ്കിൽ ഒരു ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് 50 to 70% inaugural offer on selected products. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ കൊടുക്കുന്ന ഓഡിയൻസിലേക്ക് കൊടുക്കുന്ന എൻ്റെ മെസ്സേജ്. അടുത്ത 5th പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ എവിടെയാണ്
നമ്മുടെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ആണോ, ഇമെയിൽ മാർക്കറ്റിംഗ് ആണോ, ബ്ലോഗ്സ് ആണോ, എവിടെയാണ്? അപ്പോൾ ഞാനാണെങ്കിൽ സോഷ്യൽ മീഡിയ, പിന്നെ തന്നെ യൂട്യൂബ്, ദെൻ എന്താണ് പ്രിൻ്റ് ആഡ്സ്. അപ്പം ഇത്രയാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത ആറാമത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ടൻറ് ടൈപ്പ് ഏതാണ്? നമുക്ക് വീഡിയോസ് വേണോ, ഇൻഫോഗ്രാഫിക്സ് വേണോ, വെബിനാർസ് വേണോ? അപ്പം ഞാനാണെങ്കിൽ വീഡിയോസ് ആൻഡ് പോസ്റ്റേഴ്സ്, ഇതാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത ഏഴാമതായിട്ട് നമ്മളെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി എത്ര പ്രാവശ്യം ഈ ഒരു പോസ്റ്റിങ്സ് അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഞാനാണെങ്കിൽ വീക്ക്ലി 3 ആണ്. അപ്പം നിങ്ങളുടെ കണ്ടൻറ് റൈറ്റേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാഫിക് ഡിസൈനേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിൻ്റെ അവൈലബിലിറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ചിലപ്പം വീക്കിലി ഒരെണ്ണം പോസ്റ്റ് ചെയ്യുന്നവരുണ്ട്, ചിലപ്പം 2 മാസം കൂടുമ്പോൾ ഒരെണ്ണം പോസ്റ്റ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ 2 മാസം കൂടുമ്പോഴേക്കും ഒരെണ്ണം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡെഡ് കണ്ടൻ്റ് ആയിട്ട് മാറത്തുള്ളൂ. കഴിയുന്നത് നിങ്ങൾ ആഴ്ചയിൽ ഒരു മിനിമം ഒരു 4 പോസ്റ്റിങ്സ് എങ്കിലും സോഷ്യൽ മീഡിയയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അടുത്തതായിട്ട് നമ്മളൊക്കെ ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനൽ ഡിസ്ട്രിബ്യൂഷനാണ്. നമ്മൾ എന്തെങ്കിലും ഒരു പെയ്ഡ് അഡ്വർടൈസിങ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ പാർട്ട്ണർഷിപ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഞാനിവിടെ നോ എന്ന് കൊടുക്കുകയാണ്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളിവിടെ എൻട്രി ചെയ്യാം. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഇന്ന ഇൻഫ്ലുവൻസർ വഴി നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞൊരു കമാൻഡ് അവിടെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അടുത്ത 9ാമതായിട്ട് ചോദിക്കുന്നത് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഡേറ്റ് ഉണ്ടോ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ലോഞ്ചിൻ്റെ? അതായത് October 1 എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഒരു ഡേറ്റ് കൊടുത്തു. 10ാമതായിട്ടുള്ളത് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ട് നമുക്ക് ഇനഫ് റിസോഴ്സസ് ഉണ്ടോ എന്നാണ്. അതായത് നമുക്ക് വീഡിയോ എഡിറ്റേഴ്സോ അല്ലെങ്കിൽ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനേഴ്സ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പേഴ്സൺസ് ആരെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിച്ചത്. യെസ്, വി ഹാവ് ടീം ഓഫ് ഗ്രാഫിക് ഡിസൈനേഴ്സ്, കോണ്ടൻറ് റൈറ്റർ ആൻഡ് വീഡിയോ ടീം. ഞാൻ ജസ്റ്റ് ഇതൊന്ന് എക്സാമ്പിളിന് വേണ്ടിയിട്ട് കൊടുത്തത്. ഇപ്പോൾ നിങ്ങൾക്കില്ലെങ്കിൽ ജസ്റ്റ് നോ എന്ന് പറഞ്ഞെടുക്കാം. അപ്പോൾ ഫൈനലായിട്ട് നമ്മുടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്യാമ്പയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് റിസൾട്ടാണ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന്. അപ്പം ഞാനാണെങ്കിൽ ഓഫ് കോഴ്സ് സെയിൽസ് അല്ലെങ്കിൽ കൺവേർഷനാണ് ഞാൻ ഈ ഒരു ക്യാമ്പയിൻ്റെ ആഫ്റ്റർ റിസൾട്ടായിട്ട് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പം ChatGPT ഒരു 11 ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നു. അപ്പോൾ 11 ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. ജസ്റ്റ് കൊടുക്കൂ, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓരോന്നത്തിനുള്ള കാര്യങ്ങളിവിടെ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പെട്ടെന്നാണല്ലേ ഓരോ കണ്ടൻറ് കലണ്ടേഴ്സ് കാര്യങ്ങളെല്ലാം ജനറേറ്റ് ആവുന്നത്. ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം. സോ അങ്ങനെ നമ്മൾ കൊടുത്ത ആൻസേഴ്സ് എല്ലാം കൂടി വെച്ചിട്ട് ChatGPT തന്നെ ഒരു കണ്ടൻറ് കലണ്ടർ നമുക്ക് സെറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ്. ക്യാമ്പയിൻ്റെ ഡ്യൂറേഷൻ നമ്മൾ 1 മന്താണ് കൊടുത്തത്. October 1 തൊട്ട് October 31 വരെയാണ്. ക്യാമ്പയിൻ്റെ ഗോള് എന്താണോ നമ്മൾ കൊടുത്ത ഗോൾ, ഡ്രൈവ് സെയിൽസ്, അതൊക്കെ ഒരു ജനറിക് ആയിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസ്, നമ്മുടെ കണ്ടൻറ്റ് നമ്മൾ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ഏതൊക്കെയാണ്, കണ്ടൻറ്റിൻ്റെ ടൈപ്പ് ഏതൊക്കെയാണ്, നമ്മുടെ മെട്രിക്സ്, സെയിൽസ്, കൺവേർഷൻ. വേണ്ടേ ഇങ്ങോട്ട് നോക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും കണ്ടൻറ് കലണ്ടർ ആണ്. വീക്ക് 1 October 1 തൊട്ട് 7 വരെ നമുക്ക് എന്തൊക്കെ ടൈപ്പ് ക്യാമ്പയിനാണ് നമുക്ക് ചെയ്യേണ്ടത്. സോഷ്യൽ മീഡിയയിൽ നമ്മുടെ പുതിയ പ്രൊഡക്റ്റിൻ്റെ അനൗൺസ്മെൻറ്റാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. October 3 നമ്മൾ ഇനോഗ്രൽ ഓഫേഴ്സ് നമ്മൾ യൂട്യൂബിനകത്ത് ഒരു വീഡിയോസ് ചെയ്യണം. അങ്ങനെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കണ്ടൻറ്റിൻ്റെ, അതായത് നമ്മൾ 1 മന്ത് കണ്ടൻറ് കലണ്ടറാണ് നമ്മൾ ChatGPT നൊടിയിടയ്ക്കുള്ളിൽ ചെയ്തു തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ നേരത്തെയൊക്കെ ആണെങ്കിൽ ഫസ്റ്റിലെ ഗൂഗിളിനെ ഡിപ്പെൻഡ് ചെയ്യും. എന്നിട്ട് എൻ്റെ കോമ്പറ്റീറ്റേഴ്സ് എന്തൊക്കെയാണ് ചെയ്യുന്നത് അതെല്ലാം അനാലിസിസ് ചെയ്തിട്ടാണ് ഞാൻ ഒരു കണ്ടൻറ് കലണ്ടർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഞാനാണെങ്കിൽ മെയിൻലി ChatGPT എടുക്കുന്നു. ChatGPT എടുത്തിട്ട് ഇതുപോലെ ഞാൻ പ്രോംപ്റ്റ് കൊടുക്കുന്നു. പ്രോംപ്റ്റ് കൊടുത്തിട്ട് എനിക്ക് ഇതിനകത്ത് കുറച്ച് ആൻസേഴ്സ് കിട്ടുമല്ലോ. അപ്പം ഇത് വെച്ചിട്ട് എൻ്റെ ഒരു കോമ്പറ്റീറ്ററിനെയും കൂടി ഞാനൊന്ന് അനാലിസിസ് ചെയ്ത് രണ്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്തിട്ടായിരിക്കും ഞാനിപ്പം കണ്ടൻറ് കലണ്ടർ കാര്യങ്ങളെല്ലാം
പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും അഡ്വർടൈസ്മെൻറ്റ് ഇനി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയാസൊക്കെ ഒന്ന് ആക്റ്റീവായിട്ട് നിർത്തണമെങ്കിൽ നിങ്ങൾക്ക് ChatGPT യൂസ് ചെയ്തിട്ട് തന്നെ ഇതുപോലത്തുള്ള കണ്ടൻറ് കലണ്ടേഴ്സ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, വീക്ക് 1 ജസ്റ്റ് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആ ഒരു കോണ്ടൻറ്റ് വേണമെങ്കിൽ ഈ ഒരു ChatGPT വഴി നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ ഈ ഒരു കാര്യം കോപ്പി പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുക, ദെൻ എൻ്റർ കൊടുക്കുക. ഇതാണ് ഞാൻ എൻ്റർ കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് വേണ്ട എൻ്റെ ഫസ്റ്റ് ക്യാമ്പയിൻ്റെ A to Z ഡീറ്റെയിൽസ്, സോഷ്യൽ മീഡിയ പോകേണ്ട വീഡിയോ ടീസറിൻ്റെ ഒരു സ്ക്രിപ്റ്റ് സഹിതം ChatGPT വേണ്ട ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ക്യാപ്ഷൻ ഇതാണ്, ഇന്ന കാര്യങ്ങളാണ് പോകേണ്ടത്, അങ്ങനെ A to Z കണ്ടൻറ്റ് സഹിതം ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കാണെങ്കിൽ അടുത്തത് October 8 സോഷ്യൽ മീഡിയ പോസ്റ്റ് ബിഹൈൻഡ് ദ സീൻ ഓഫ് ദ വീഡിയോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്താണ് ഇതിൻ്റെ ഒരു കണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ജസ്റ്റ് കണ്ട് ഈ ഒരു സാധനം കോപ്പി ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പേസ്റ്റ് ചെയ്താൽ മതി. പേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് വേണ്ട ChatGPT ബിഹൈൻഡ് ദ സീൻ കോണ്ടൻറ്റ് നമുക്ക് വേണ്ട പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, അപ്പം ജസ്റ്റ് നിങ്ങൾ ഈ ChatGPT വെച്ചിട്ട് നിങ്ങൾ ഒരു കണ്ടൻറ് കലണ്ടർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ട്രൈ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് മെൻഷൻ ചെയ്യുക. ഞാൻ എന്നെക്കൊണ്ട് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇറ്റ്സ് മീ നന്ദു സുരേന്ദ്രൻ സൈനിങ് ഓഫ്.